നമസ്കാരം. ഇന്നത്തെ ക്രൈം വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. 40,000 രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് കൊച്ചിയിൽ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് എറണാകുളം സെൻട്രൽ പോലീസ്. കൊട്ടേഷൻ കേസിൽ മുഖ്യപ്രതികളായ കോൺഗ്രസ് നേതാക്കൾ കീഴടങ്ങിയത് മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലും കൗൺസിലർ ജിൻസൺ പീറ്ററും. രാജ്യത്തെ നടുക്കിയ പാർലമെന്റ് ഭീകരാക്രമണത്തിന് ഇന്ന് 15 വയസ്സ്. ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിൽ യാസിൻ ഭട്കൽ അടക്കം 5 പേർ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ഈ മാസം 19-ന്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവച്ച് ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജിയൺ. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയണിന്റെ മുന്നറിയിപ്പ്. പണമില്ലാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് ബാങ്കുകളിൽ സംഘർഷം. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. കോട്ടയം ഉഴവൂർ SBTയിലും പ്രതിഷേധം. $40,000 രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് പിടിയിലായി. മട്ടാഞ്ചേരി സ്വദേശിയെ എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യ റിപ്പോർട്ട് കൊച്ചി ബ്യൂറോയിൽ നിന്ന്. മട്ടാഞ്ചേരി സ്വദേശി അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിൽ എറണാകുളം അംബേദ്കർ സ്റ്റേഡിയം പരിസരത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. നൈട്രസ്പാം എന്ന 181 ഗുളികകളാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത്. സേലത്തു നിന്നാണ് ഇവ വാങ്ങിയത് എന്ന് അനീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1500 രൂപയ്ക്കാണ് വാങ്ങിയത് എന്നും വിൽപ്പനക്കായല്ല സ്വന്തമായി ഉപയോഗിക്കാനാണ് വാങ്ങിയത് എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അനീഷ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ കണ്ണിയാണെന്നും കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണെന്നും എറണാകുളം സെൻട്രൽ CI അനന്തലാൽ പറഞ്ഞു. ഇയാളുടെ കയ്യിൽ നിന്നും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗത്തിൽപ്പെട്ട ഈ ഡിപ്രസൻസ് മന്ദിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിലുള്ള മയക്കുമരുന്ന് ഗുളികളാണ്. നൈട്രാസ്പാം എന്ന് പറയുന്ന മയക്കുമരുന്ന് ഗുളികളാണ്. ഒരു 150ഓളം മയക്കുമരുന്ന് ഗുളികൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തതിൽ നിന്ന് തമിഴ്നാട് സേലത്തിൽ നിന്നാണിത് കൊണ്ടുവന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും, കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷിച്ച് ആരാണത് കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഗുളികകൾക്ക് 40,000 രൂപ വിലമതിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊട്ടേഷൻ കേസിൽ മുഖ്യപ്രതികളായ കോൺഗ്രസ് നേതാക്കൾ കീഴടങ്ങി. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലും കൗൺസിലർ ജിൻസൺ പീറ്ററും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയത്. ആന്റണി കന്യാകുമാരി, നാഗർകോവിൽ, മധുര എന്നിവിടങ്ങളിലും ജിൻസൺ വാഗമൺ, കോന്നി എന്നിവിടങ്ങളിലുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി കീഴടങ്ങാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുമെന്നിരിക്കെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ആന്റണി ആശാൻ പറമ്പിൽ തിരുവനന്തപുരം, കന്യാകുമാരി, നാഗർകോവിൽ, മധുര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ജിൻസൺ പീറ്റർ വാഗമൺ, തേനി, ബംഗളൂരു എന്നിവിടങ്ങളിലുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ തങ്ങൾ ഒളിവിൽ പോയിട്ടില്ല എന്നായിരുന്നു ഇവരുടെ പ്രതികരണം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് എറണാകുളം സെൻട്രൽ CI അനന്തലാൽ പറഞ്ഞു. ഇതിലെ 1-2 പ്രതികളായ ആശാൻ പറമ്പിലും ജിൻസൺ പീറ്ററും ഇന്ന് രാവിലെ സറണ്ടറായി. ഇവരെ ഇന്ന് ഞങ്ങളിപ്പോൾ മെഡിക്കൽ പരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. മരട് സ്വദേശിയും കരാറുകാരനുമായ INTUC പ്രവർത്തകൻ AM ഷുക്കൂറിനെ 2013-ലും 2016-ലും ഗുണ്ടകളെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് പ്രതികൾ കീഴടങ്ങിയത്. ഈ കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഭായ് നസീർ അടക്കമുള്ളവർ നേരത്തെ പിടിയിലായിരുന്നു. ആകെ 18 പ്രതികളുള്ളതിൽ ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പിടിയിലായ മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലിനെതിരെ മറ്റൊരു കേസ് കൂടി. ഭൂമി തട്ടിപ്പിലും പങ്കുണ്ടെന്നാണ് പരാതി. ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഉള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് ആന്റണി ആശാൻ പറമ്പിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നാടോടികൾ കെണിവെച്ച് പിടികൂടിയ 300-ലധികം നാട്ടുതത്തകൾക്ക് മോചനം. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച തത്തകളെയാണ് തൃശൂരിൽ വനം വകുപ്പ് സ്വതന്ത്രമാക്കിയത്. കാഴ്ചയിലേക്ക്. വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നാടോടികൾ വ്യാപകമായി പിടികൂടി വിൽപ്പനയ്ക്കെത്തിച്ച നാട്ടുതത്തകളെ കണ്ടെടുത്തത്. തൂവലുകൾ അരിഞ്ഞുമാറ്റിയ നിലയിലായിരുന്ന തത്തകളെ 2 മാസത്തോളം പരിചരിച്ച ശേഷമാണ് തുറന്നുവിട്ടത്.
100-ലധികം തത്തകളെയാണ് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ സ്വതന്ത്രമാക്കപ്പെട്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ സേവ്യർ എൽത്തുരുത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തത്തകളെ സംരക്ഷിച്ചത്. 5 ഇനങ്ങളിൽപ്പെടുന്ന നാട്ടുതത്തകളെ നാടോടികൾ കൃഷിയിടങ്ങളിൽ കെണിയൊരുക്കിയാണ് പിടിച്ചത്. പക്ഷെ ഞങ്ങൾക്കിത് കൊല്ലം ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ കാട്ടിൽ വിടാറാണ് പതിവ്. കാട്ടിൽ വിടുമ്പോൾ ഇതിനെ തൂല് മുളയ്ക്കാത്തത് ഇത് കുറച്ചത്തു പോവാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ 10-250 തത്തനെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ഇതിനെ 2 മാസത്തെ വളർച്ച നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വളർത്തി ഇതിനെ റിലീസ് ചെയ്യാൻ ഉദ്ദേശം. നാട്ടുതത്തകളെ പിടികൂടുന്നതും വളർത്തുന്നതും ശിക്ഷാർഹമാണെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇവയെ സ്കൂളിലെത്തിച്ച് സ്വതന്ത്രമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ നടപടി വൈകിപ്പിച്ചതിന് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ വിമർശനം. വിജിലൻസ് റിപ്പോർട്ടുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതിനാലാണ് നടപടിക്ക് കാലതാമസമുണ്ടായതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ADGP ശങ്കർ റെഡ്ഡി ബാർ കോഴക്കേസ് അന്വേഷണം അട്ടിമറിച്ചു എന്ന പരാതിയിൽ കേസ് ഡയറി അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ADGP ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് കേസിൽ വിജിലൻസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി പൂഴ്ത്തിവെച്ചുവെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് ചീഫ് സെക്രട്ടറിയെ പോലെ ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. അതേസമയം പരാതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി പുതിയ റിപ്പോർട്ട് ഈ മാസം 31-ന് സമർപ്പിക്കണമെന്നും ഉത്തരവിട്ടു. ചീഫ് സെക്രട്ടറിയുടെ അറിവില്ലായ്മയും തിരക്കും കാരണമാണ് നടപടി വൈകിയതിന് കാരണമെന്ന് വിജിലൻസ് നൽകിയ എക്സ്പ്ലനേഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനാലാണ് കോടതി അതൃപ്തി അറിയിച്ചത്. പക്ഷേ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതിനാലാണ് നടപടി സ്വീകരിക്കാൻ കാലതാമസം വന്നതെന്ന് ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിച്ചു. മുൻ വിജിലൻസ് ഡയറക്ടർ ADGP ശങ്കർ റെഡ്ഡി ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന പരാതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്നത് മറ്റൊരു യൂണിറ്റ് ആയതിനാലാണ് അന്വേഷണ സംഘത്തിന് പരിശോധന നടത്താനായി കേസ് ഡയറി കൈമാറാൻ പറഞ്ഞതെന്നും കോടതി അറിയിച്ചു. കേസ് ഡയറി പരിശോധിക്കുന്നതിന് വിജിലൻസ് 2 മാസം സമയം ചോദിച്ചെങ്കിലും കോടതി 13/1/2017 മുൻപ് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുങ്ങിയതിനാൽ കോടതി വിജയിയായി പ്രഖ്യാപിച്ച LDF സ്ഥാനാർത്ഥിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KM പരീദിനാണ് കോടതി വിജയിയായി പ്രഖ്യാപിച്ച 58 ദിവസമായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തത്. സെക്രട്ടറി അറിയിച്ചതുപ്രകാരം പരീദ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയെങ്കിലും പ്രസിഡന്റ് വരാഞ്ഞതിനാൽ ചടങ്ങ് മുടങ്ങുകയായി. ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ നിന്നും എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൽ കരീമാണ് അന്ന് വിജയിച്ചത്. എന്നാൽ അബ്ദുൽ കരീം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ കേസ് വിവരം മറച്ചുവെച്ച കാര്യം ചൂണ്ടിക്കാട്ടി LDF സ്ഥാനാർത്ഥി KM പരീദ് കോടതിയെ സമീപിച്ചു. കോടതി അബ്ദുൽ കരീമിനെ അയോഗ്യനാക്കുകയും KM പരീദിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒക്ടോബർ 18-ലെ വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പരീദിനെ പ്രസിഡന്റ് മുമ്പാകെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചു. ഇതനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനായി പരീദ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയെങ്കിലും പ്രസിഡന്റ് മുങ്ങിയതിനാൽ സത്യപ്രതിജ്ഞ മുടങ്ങി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് 113 ഘടന അനുസരിച്ച് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ 30 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ അയോഗ്യനാകും. ആ നിലയ്ക്ക് എന്നെ അയോഗ്യനാക്കുന്ന ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ. പ്രസിഡന്റ് വരാത്തതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. അടുത്ത ദിവസം സത്യപ്രതിജ്ഞ നടത്താം എന്ന സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ശരിവെച്ച് ലീജൺ ഹാക്കർ ഗ്രൂപ്പ്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജൺ വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്ന് ഹാക്കർ ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹാക്കർ ഗ്രൂപ്പായ ലീജിയൺ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയതായാണ് ലീജിയൺ അവകാശപ്പെടുന്നത്. അപ്പോളോയുടെ സെർവറിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നു. ജയലളിതയുടെ മരണത്തിൽ പ്രചരിക്കുന്ന ദുരൂഹതയെ ഹാക്കർമാർ ശരിവെക്കുകയാണെന്നതാണ് അതിനർത്ഥം. ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നും ലീജിയൺ അഭ്യർത്ഥിക്കുന്നു. നേരത്തെ AICCയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയ് മല്യയുടെയും ട്വിറ്റർ ഹാക്ക് ചെയ്തത് ലീജിയണാണ്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുമെന്നും അടുത്ത ലക്ഷ്യം മുൻ IPL ചെയർമാൻ ലളിത് മോദിയാണെന്നുകൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നുകൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യത്തെ വിവര സംവിധാനം ആകെ താറുമാറാകുകയാണോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്.
19 പേരുടെ മരണത്തിനിടയാക്കിയ ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിൽ യാസിൻ ഭട്കലടക്കം 5 പേർ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ഈ മാസം 19-ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികളാണ് പ്രതികൾ. റിപ്പോർട്ടിലേക്ക്. 19 പേരുടെ മരണത്തിനിടയാക്കിയ ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിലാണ് യാസിൻ ഭട്കലടക്കം 5 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 19-ന് പ്രഖ്യാപിക്കും. 2013 ഫെബ്രുവരി 21-ന് സന്ധ്യയ്ക്കാണ് ദിൽസുഖ് നഗറിലെ തിരക്കേറിയ ചായക്കടയിലും തൊട്ടടുത്ത സിനിമാ തിയേറ്ററിനടുത്തും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ സ്ഫോടനമുണ്ടായത്. 19 പേർ സംഭവസ്ഥലത്ത് മരിച്ചു. 130 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീനാണ് സ്ഫോടനം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞ NIA 6 മാസത്തിനകം തന്നെ സൂത്രധാരന്മാരായ യാസിൻ ഭട്കൽ, ആസാദുള്ള അക്തർ എന്നിവരെ ബീഹാർ, നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടിയിരുന്നു. തുടർന്ന് തഹസീൻ അക്തർ, പാകിസ്ഥാനിയായ സിയാഉർ റഹ്മാൻ, അജാസ് ഷെയ്ഖ് എന്നിവരെയും പിടികൂടി. സ്ഫോടനത്തിൽ മുഖ്യപ്രതിയായ റിയാസ് ഭട്കൽ ഇപ്പോഴും ഒളിവിലാണ്. അറസ്റ്റിലായ 5 പേരുടെയും കേസ് കഴിഞ്ഞ 1 വർഷമായി ചെർലപ്പള്ളി സെൻട്രൽ ജയിലിലെ പ്രത്യേക കോടതിയിൽ നടന്നുവരികയായിരുന്നു. വാദത്തിനിടെ NIA 158 സാക്ഷികളെയും 201 സ്ഫോടന വസ്തുക്കളുടെ ഭാഗങ്ങളും 500 രേഖകളും ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പിടിയിലായ മരട് നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലിനെതിരെ മറ്റൊരു കേസ് കൂടി. ഭൂമി തട്ടിപ്പിലും പങ്കുണ്ടെന്നാണ് പരാതി. ആന്റണി ആശാമ്പറമ്പിലിനെതിരെ മരട് പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ടെലിഫോണിൽ ചേരുകയാണ്. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത്? ആന്റണി ആശാമ്പറമ്പിലിനെതിരെയുള്ള പുതിയ പരാതി എന്താണ്? ജോജത്ത്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ ആന്റണി ആശാമ്പറമ്പിലിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആന്റണി ആശാമ്പറമ്പിൽ ഈ കേസിൽ 2ാം പ്രതിയാണ്. മുൻ കൗൺസിലർ ആയിരുന്ന ആൻഡ്രൂസ് ആണ് കേസിൽ 1ാം പ്രതി. അതായത് കൊച്ചി സ്വദേശിനിയായ യുവതി ആൻഡ്രൂസിന്റെ ഭൂമി, അവർ തമ്മിൽ നടത്തിയ ഭൂമി ഇടപാടാണ് കേസിന് ആധാരം. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആൻഡ്രൂസിന്റെ ഭൂമി ഈ കൊച്ചി സ്വദേശിനി വാങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനുള്ള പണം നൽകിയെങ്കിലും ഭൂമി രജിസ്റ്റർ ചെയ്തു കൊടുത്തില്ല ആൻഡ്രൂസ്. ഇതേ തുടർന്ന് ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയരുകയും യുവതി പരാതി നൽകാൻ ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആൻഡ്രൂസിന് വേണ്ടി ആന്റണി ആശാമ്പറമ്പിലും മറ്റ് 2 പേരും ചേർന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആൻഡ്രൂസ് ആണ് ഇതിൽ 1ാം പ്രതി. ആന്റണി ആശാമ്പറമ്പിൽ 2ാം പ്രതിയാണ്. മറ്റ് സുരേഷ്, ജോർജ് എന്നിങ്ങനെ 2 പേർക്ക് എതിരെയും കേസെടുത്തിട്ടുണ്ട്. മൊത്തം 4 പ്രതികളാണ് ഉള്ളത്. ഈ കേസിന്റെ നിജസ്ഥിതി സംബന്ധിച്ച മരട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന സംബന്ധിച്ച തീരുമാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ജോർജ്. ഉമേഷ്, തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആന്റണി ആശാമ്പറമ്പിൽ ഇന്നാണ് പോലീസിൽ കീഴടങ്ങിയത്. അതിനൊപ്പം തന്നെ പുതിയൊരു ഭീഷണിയുടെ ഭൂമി തട്ടിപ്പിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ ഇയാൾക്കെതിരെ ഉയരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അതിന് സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇത്തരത്തിലൊരു കേസ് വർഷങ്ങൾക്ക് ശേഷമാണ്. നേരത്തെ കൊട്ടേഷൻ കേസാണെങ്കിൽ തന്നെയും അത് 2013 നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വീണ്ടും കേസ് നൽകുകയും ആന്റണി ആശാമ്പറമ്പിൽ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെയാണ് സമാനമായ മറ്റൊരു ഭീഷണിപ്പെടുത്തൽ കേസ് കൂടി വന്നിരിക്കുന്നത്. പരാതിക്കാരി കേസ് പരാതി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ കൂടുതൽ കേസുകൾ ആന്റണി ആശാമ്പറമ്പിലിനെതിരെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പുറത്തു വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഉമേഷ്, ഈ ഭൂമി തട്ടിപ്പിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഏത് തരത്തിലുള്ള തട്ടിപ്പാണ്? ഏത് തരത്തിലാണ് ഇയാൾ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇത് 2011 നടന്ന കേസാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻ കൗൺസിലറായിരുന്ന ആൻഡ്രൂസിന്റെ ഭൂമിയാണ്. ഈ ഭൂമി കൊച്ചി സ്വദേശിനിയായ യുവതി വാങ്ങുകയായിരുന്നു. ഇതിനുള്ള പണം നൽകിയെങ്കിലും ഈ ഭൂമി ഈ യുവതിയുടെ പേരിലേക്ക് അന്ന് ആൻഡ്രൂസ് രജിസ്റ്റർ ചെയ്തു കൊടുത്തില്ല. അതിന്മേൽ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു. ഇത് പരാതി നൽകും എന്നൊരവസ്ഥയിലാണ് ആന്റണി ആശാമ്പറമ്പിലും സംഘവും ചേർന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അന്ന് UDF ഭരണമായതുകൊണ്ട് തന്നെ യുവതി പരാതി നൽകാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു മറ്റൊരു കേസ് ആന്റണി ആശാമ്പറമ്പിലിനെതിരെ വരികയും ആ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പരാതിയുമായി യുവതി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ആന്റണി ആശാമ്പറമ്പിലിന് അടക്കമുള്ളവർക്കെതിരെ ഈ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആന്റണി ആശാമ്പറമ്പിലിനെതിരെ മറ്റൊരു കേസ് കൂടി. കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.
കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിനെതിരെ 450 കോടിയുടെ അഴിമതി ആരോപണം. സ്വന്തം സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കിരൺ റിജിജുവിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ശബ്ദരേഖകൾ സഹിതം ഒരു ദേശീയ ദിനപത്രം പുറത്തുവിട്ട വാർത്ത അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, സഹോദരനും കോൺട്രാക്ടറുമായ ഗോബോയ് റിജിജു, വടക്ക് കിഴക്കൻ പവർ കോർപ്പറേഷൻ ഉന്നതർ എന്നിവർ സംയുക്തമായി ആസൂത്രണം നടത്തിയ അഴിമതിയുടെ രേഖകളാണ് പുറത്തുവരുന്നത്. അരുണാചൽ പ്രദേശിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പശ്ചിമ കബോഗ് ജില്ലയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. 600 മെഗാവാട്ട് ശേഷി പ്രതീക്ഷിക്കുന്ന അരുണാചലിലെ ഏറ്റവും വലിയ അണക്കെട്ട് പദ്ധതിയുടെ കോൺട്രാക്ടറായ ഗോബോയ് റിജിജുവിനു വേണ്ടി സഹോദരനും മന്ത്രിയുമായ കിരൺ റിജിജു വഴിവിട്ടിടപെട്ടുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഫണ്ടിൽ നിന്നും 450 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമം നടന്നു. സഹോദരന് ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കിരൺ റിജിജു ഊർജ്ജ മന്ത്രാലയത്തിന് പലതവണ കത്തെഴുതി. വടക്ക് കിഴക്കൻ പവർ കോർപ്പറേഷന്റെ ചീഫ് വിജിലൻസ് ഓഫീസറായ സതീഷ് വർമ്മ നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്. 129 പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ട് വർമ്മ സർക്കാരിന് സമർപ്പിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ സതീഷ് വർമ്മയെ അരുണാചലിൽ നിന്നും ത്രിപുരയിലെ CRPFലേക്ക് സ്ഥലം മാറ്റി. തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തെ കടുത്ത ഭാഷയിലാണ് ആഭ്യന്തര സഹമന്ത്രി നേരിട്ടത്. ആരോപണമുന്നയിച്ച് അരുണാചലിൽ ചെന്നാൽ ചെരുപ്പടി കൊള്ളേണ്ടി വരുമെന്നും മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. കെട്ടിച്ചമച്ച കഥയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അരുണാചൽ അഴിമതിയിൽ കിരൺ റിജിജുവിനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചീഫ് വിജിലൻസ് ഉദ്യോഗസ്ഥനെ മാറ്റി അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ നടുക്കിയ പാർലമെന്റ് ഭീകരാക്രമണത്തിന് ഇന്ന് 15 വയസ്സ്. രാവിലെ പാർലമെന്റ് ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കക്ഷി നേതാക്കളും എംപിമാരും ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സുരക്ഷാ ജീവനക്കാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 2011 ഡിസംബർ 13 നടന്ന ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർലമെന്റ് ജീവനക്കാരനും ഉൾപ്പെടെ 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2011 ഡിസംബർ 13 രാവിലെ പാർലമെന്റ് പിരിഞ്ഞ് 40 മിനിറ്റ് പിന്നിട്ട സമയം തോക്കുധാരികളായ 5 പേർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനത്തിൽ പാർലമെന്റ് അങ്കണത്തിൽ കയറി തുരുതുര വെടിയുതിർത്തു. ആഭ്യന്തരമന്ത്രി LK അദ്വാനി ഉൾപ്പെടെ മന്ത്രിമാരും എംപിമാരും പാർലമെന്റിന് അകത്തുണ്ടായിരുന്ന സമയത്താണ് ആക്രമണം നടന്നത്. ജനപ്രതിനിധികൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പ്രതിരോധ മതിൽ തീർത്ത സുരക്ഷാസേന നടത്തിയ തിരിച്ചടിയിൽ എല്ലാ തീവ്രവാദികളെയും വധിച്ചു. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ അഫ്സൽ ഗുരു ഉൾപ്പെടെ 4 പേർ പിന്നീട് പിടിയിലായി. 2013 ഫെബ്രുവരിയിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. ആക്രമണത്തിന്റെ 15ാം വാർഷിക ദിനത്തിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കക്ഷി നേതാക്കളും എംപിമാരും വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തീവ്രവാദികളെന്ന് പ്രഖ്യാപിച്ച് സുരക്ഷാ സേന കൊലപ്പെടുത്തിയവരുടെ കുടുംബത്തിന് ജമ്മു കാശ്മീരിൽ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച സംഭവത്തിൽ സർക്കാരിൽ പങ്കാളികളായ BJP പരുങ്ങലിൽ. സുരക്ഷാ സേന ഏറ്റുമുട്ടലിലൂടെ വധിച്ച ഹിസ്ബുൾ കമാൻഡർ ബുർഹാൻ വാനിയുടെ കുടുംബത്തിനാണ് ജമ്മു കാശ്മീർ സർക്കാരിന്റെ വക ധനസഹായം. ബുർഹാൻ വാനിയുടെ സഹോദരൻ ഖാലിദ് വാനിയും കഴിഞ്ഞ വർഷം തീവ്രവാദ ബന്ധം ആരോപിച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിലാണ് ജമ്മു കാശ്മീരിലെ BJP PDP സർക്കാർ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 13 ത്രാലിലെ ബുച്ചു വനമേഖലയിലാണ് ബുർഹാൻ വാനിയുടെ സഹോദരൻ ഖാലിദ് വാനിയെ സൈന്യം വെടിവെച്ചു കൊന്നത്. ഹിസ്ബുൾ മുജാഹിദ് തീവ്രവാദിയാണ് ഖാലിദ് വാനി എന്നായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം. വ്യത്യസ്ത സംഭവങ്ങളിൽ തീവ്രവാദ ബന്ധത്തിന്റെ പേരിലുണ്ടായ സംഘർഷത്തിലും ഏറ്റുമുട്ടലിലും കൊല്ലപ്പെട്ട 17 പേരുടെ കുടുംബത്തിനാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ സർക്കാർ 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്രവാദികൾ എന്ന് പ്രഖ്യാപിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിലെ വൈരുദ്ധ്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ബുർഹാൻ വാനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ 2 മാസത്തിലധികം നീണ്ടുനിന്ന സംഘർഷത്തിൽ 86 പേരാണ് മരിച്ചത്. ജമ്മു കാശ്മീർ ഭരണത്തിൽ പങ്കാളിയായ BJPയുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പ്രതിഷേധക്കാർക്കെതിരായ സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ നേരിടാൻ നിർദ്ദേശം നൽകിയത് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും. ദേശീയതയും ജമ്മു കാശ്മീരിലെ പട്ടാളക്കാരുടെ ത്യാഗങ്ങളും BJPയുടെ സമീപകാലത്തെ രാഷ്ട്രീയ ആയുധവുമാണ്. അതേസമയം തന്നെയാണ് തീവ്രവാദികളെന്ന് പ്രഖ്യാപിച്ച് സൈന്യം കൊലപ്പെടുത്തിയവർക്ക് BJP PDP സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതും. തീവ്രവാദികൾ ആണെങ്കിൽ എന്തിനാണ് നഷ്ടപരിഹാരം എന്നതും തീവ്രവാദികൾ അല്ലെങ്കിൽ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നുമുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. അതേസമയം തീവ്രവാദികളോട് മൃദുസമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ നിലപാടുകളെ അധികാരക്കൊതി മൂലം BJP പിന്തുണയ്ക്കുന്നത് അണികൾക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
അമേരിക്ക ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തത്തിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കത്തയച്ചു. ഉടമ്പടിയുടെ വിശദാംശങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കാത്തത് ദുരൂഹമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ മാസം 8-ാം തീയതി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആഷ്ടൺ കാർട്ടറും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇന്ത്യ അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിയായതായി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികൾക്ക് സമാനമായ വിശിഷ്ട പദവി ഇന്ത്യക്ക് കൂടി ലഭിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇത് ഇന്ത്യ കാലങ്ങളായി തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് സർക്കാർ ഉടമ്പടിയുമായി മുന്നോട്ടു പോയതെന്നാണ് കത്തിൽ പറയുന്നത്. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ അമേരിക്ക പ്രസിദ്ധപ്പെടുത്തുകയും പരസ്യമാക്കുകയും ചെയ്തു. എന്നാൽ ഉടമ്പടി പ്രകാരം ഇന്ത്യക്കുള്ള ബാധ്യതകൾ സർക്കാർ രഹസ്യമായി വയ്ക്കുന്നത് ദുരൂഹമാണ്. സുപ്രധാന ഉടമ്പടിയെക്കുറിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള നിബന്ധനകൾ ഉടമ്പടിയിലുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധം അമേരിക്കയുടെ കീഴിലാകുന്നതിന് വഴിവെക്കും. ഇന്തോ ഏഷ്യ പസഫിക് മേഖലയിലും ദക്ഷിണേഷ്യൻ മേഖലയിലുമുള്ള അമേരിക്കൻ ഇടപെടലുകൾക്ക് ഇന്ത്യയുടെ സഹകരണമുണ്ടാകുമെന്നും ഉടമ്പടിയിൽ എടുത്തു പറയുന്നു. ഇന്ത്യ തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിന് പൂർണ്ണമായും എതിരാണിതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ ജനപ്രതിനിധികളെ അറിയിക്കാത്തത് 130 കോടി ജനങ്ങളോടുള്ള അനാദരവാണ്. അതിനാൽ വിശദാംശങ്ങൾ ഉടൻ പാർലമെന്റിനെ അറിയിക്കണമെന്നും ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കരുതെന്നുമാണ് കത്തിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാങ്കുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ഇടപാടുകാരെ വലച്ചതോടെ സംസ്ഥാനത്തെ ബാങ്കുകളിൽ സംഘർഷം. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇടപാടുകാർ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. കോട്ടയം മുഴവൂർ SBT ശാഖയിലും ഇടപാടുകാരുടെ പ്രതിഷേധം സംഘർഷത്തിലെത്തി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് രാവിലെ പണമെടുക്കാനെത്തിയവരും ബാങ്ക് ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. 3 ദിവസമായി ഇടപാട് നടക്കാത്തതിനാൽ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. മാത്രമല്ല വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആളുകൾ ക്യൂ നിന്നിട്ടും അധികൃതർ പണം നൽകിയില്ലെന്നും അതേസമയം ജീവനക്കാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പണം നൽകിയതായും പരാതികൾ ഉയർന്നിരുന്നു. അതേസമയം ഇന്ന് രാവിലെ ബാങ്കിൽ പണമില്ലെന്ന് ജീവനക്കാർ ബോർഡ് വെച്ചതോടെ പണമെടുക്കാനെത്തിയവർ ജീവനക്കാരെ തടയുകയായിരുന്നു. ബാങ്ക് തുറക്കാൻ അനുവദിച്ചില്ല. അതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ആരംഭിച്ചു. 1000-ലധികം ആളുകൾ സ്ഥലത്തെത്തി. പോലീസ് ഇടപെട്ട് അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം ഇന്ന് ടോക്കൺ നൽകിയവർക്ക് നാളെ 10,000 രൂപ വരെ എടുക്കാമെന്ന ധാരണയിലെത്തുകയായിരുന്നു. അതിനുശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.